ആരോടാണ് നബിയെ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം? സിദ്ദീഖിനോടാണോ അതല്ല ഫാറൂഖിനോടാണോ? അങ്ങക്കാരെയാണ് നബിയെ ഏറെ ഇഷ്ടം? ആരോടാണ് അറിയാനുള്ളൊരു കൗതുകം തോന്നി മഹാനായ അംർ ഇബ്നുൽ ആസിന് റളിയല്ലാഹു തആല അൻഹുമാ. ആരോടാണ് നബിയെ അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആര് നോക്കുമ്പോഴും റസൂല് അവരോടാണ് ഏറെ ഇഷ്ടമെന്ന രീതിയിലാണ് പ്രവാചകരുടെ പെരുമാറ്റം. അതുകൊണ്ട് എല്ലാവരും കരുതിയത് എന്നോടാണ് നബിക്ക് ഏറ്റവും ഇഷ്ടമെന്നാണ്. അംർ ഇബ്നുൽ ആസ് താരതമ്യേന വൈകി ഇസ്ലാമിലേക്ക് വന്ന സഹാബിയാണ്. പക്ഷേ അംർ ഇബ്നുൽ ആസ് നോക്കുമ്പോ നബിക്ക് എന്നോട് ഏറ്റവും ഏറെ ഇഷ്ടമുള്ള പോലെ, ഈ പ്രവാചകർക്ക് എന്നോട് ഏറ്റവും ഇഷ്ടം കാണിക്കുന്ന പോലെ അംർ ഇബ്നുൽ ആസ് ചോദിക്കാൻ തീരുമാനിച്ചു, റസൂലേ അങ്ങക്ക് ആരെയാണ് ഏറെ ഇഷ്ടം? തന്നോടായിരിക്കുമെന്ന ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് മഹാനായ അംർ ഇബ്നുൽ ആസ് ചോദിക്കുന്നത്. റസൂലുള്ളാഹിന്റെ ഉത്തരം ആദരങ്ങളിൽ നിന്നും മൊഴിയായിട്ട് കേട്ടിട്ട് വേണം ഒന്ന് സന്തോഷമണയാൻ. അംർ ഇബ്നുൽ ആസിന് അറിയാം ഇത് താനാണെന്ന് റസൂല് പറയുമെന്ന്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്നും ചിന്തിക്കാതെ, തെല്ലൊന്നും ആലോചിക്കാതെ, മറ്റൊന്നും ചിന്തിക്കാതെ ഒരു ചെറുപുഞ്ചിരി പോലെ പ്രവാചകർ മൊഴിഞ്ഞു, എന്റെ ആയിഷ, ആയിഷാനോടാണ് എനിക്കേറെ ഇഷ്ടം യാ അംർ ഇബ്നുൽ ആസേ എന്ന് മുഹമ്മദ് മുസ്തഫ. അംർ ഇബ്നുൽ ആസിന്റെ കൗതുകം ഒഴിഞ്ഞില്ല. പെണ്ണുങ്ങളുടെ കാര്യമല്ലല്ലോ ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചത്, ആണുങ്ങളുടെ കാര്യമാണല്ലോ ചോദിച്ചു. നബിയെ ആണുങ്ങളിൽ ആരോടാണ്? എന്നോടാണെന്ന ഉത്തരം ആദരങ്ങളിൽ നിന്നും മടർന്നു വീഴുമെന്ന പ്രതീക്ഷയിലാണ് അംർ ഇബ്നുൽ ആസ് കാത്തിരിക്കുന്നത്. പക്ഷേ രണ്ടാമതും മറ്റൊന്നും ആലോചിക്കാതെ ആ പുഞ്ചിരി വിടർന്ന പൂമുഖത്തെ ആദരങ്ങളിൽ നിന്നും പൂവായി വിരിഞ്ഞു, മൊഴിയായി അടർന്നു വീണു. അബൂഹ അവരുടെ പിതാവിനോടാണ്, അവരുടെ പിതാവായ അബൂബക്കർ സിദ്ദീഖിനോടാണ് അംർ ഇബ്നുൽ ആസ് എനിക്കേറെ ഇഷ്ടമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖിനോടാണ് എനിക്കേറെ ഇഷ്ടം, സിദ്ദീഖാണ് എനിക്കേറെ ഇഷ്ടം യാ അംർ ഇബ്നുൽ ആസ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്നിൽ ആദ്യമായി വിശ്വസിച്ചത് സിദ്ദീഖാണ്. തന്റെ കൂട്ടുകാരനായി ആദ്യമേ കൂടെ വന്നത് സിദ്ദീഖാണ്. എല്ലാവരും തന്നെ തള്ളിപ്പറഞ്ഞപ്പോ, എല്ലാവരും അകന്നു മാറിയപ്പോ തന്നിൽ അചഞ്ചലമായി വിശ്വസിച്ച് തന്റെ കൈകൾ പിടിച്ച് കൂടെ വന്നത് സിദ്ദീഖല്ലയോ? 6 ഫൗറിന്റെ പാതിരാത്രിയിൽ ശത്രുക്കൾ ചുറ്റും സ്വർണ്ണ നാണയങ്ങൾ മോഹിച്ച് പരക്കം പാഞ്ഞ കാലത്ത് 6 സൗറിന്റെ കൂരാകൂരിരുട്ട് നിറഞ്ഞ അന്ധകാരങ്ങളിൽ പാതിരാത്രിയിൽ നിദ്രാവിഹീനനായി ഉറക്കമൊഴിച്ച് എന്റെ കൂട്ടിരുന്നത് സിദ്ദീഖാണ്. വഹമനനി ഇലാ ദാരിൽ ഹിജ്റ, ഹിജ്റയുടെ വീടായ മദീനയിലേക്ക് തന്നെ അനുഗമിച്ചതും സിദ്ദീഖാണ്. ശത്രുക്കൾ ചുറ്റും വലിയ വലിയ സ്വർണ്ണ നാണയങ്ങളും ചുവന്ന ഒട്ടകങ്ങളും മോഹിച്ച് തന്റെ തലയെടുക്കാൻ നൂരിപ്പിടിച്ച വാളുമായി പരക്കം പാഞ്ഞ കാലത്ത് 6 ഫൗർ എന്ന ഗുഹയിൽ രാത്രികൾ തന്റെ കൂടെ നിദ്രാവിഹീനനായി ഉറക്കമൊഴിച്ച രാവുമായിട്ട് കൂട്ടിരുന്നത് സിദ്ദീഖല്ലയോ? തനിക്ക് താങ്ങും തണലുമായി വന്നത് സിദ്ദീഖല്ലയോ? തന്റെ കൂട്ടുവന്നതും സിദ്ദീഖാണ്. വാഴ്ത്തക ബിലാലൻ മിൻ മാലിഹി, സ്വന്തം മുതലിൽ നിന്നും പകുത്തു കൊടുത്ത് ബിലാലിനെ പീഡിതരിൽ നിന്നും, പീഡിപ്പിക്കപ്പെടുന്നവരിൽ നിന്നും ബിലാലിനെ സ്വന്തം മുതൽ കൊടുത്ത് സംരക്ഷിച്ചതും സിദ്ദീഖാണ്. തന്റെ കൂട്ടിന് സ്നേഹത്തോടെ വന്നത് സിദ്ദീഖാണ്. സ്വന്തം രക്തത്തിൽ പിറന്ന ആയിഷാനെ എനിക്ക് സഹധർമ്മിണിയാക്കി തന്നതും സിദ്ദീഖാണ്. ശത്രുക്കളാൽ പീഡിക്കപ്പെട്ട ബിലാലിനെ സ്വന്തം മുതലിൽ നിന്നും പകുത്തു കൊടുത്ത് മോചിപ്പിച്ച് സ്വതന്ത്രനാക്കിയതും ഈ സിദ്ദീഖല്ലയോ റളിയല്ലാഹു തആല അൻഹു. ഹിജ്റയുടെ വീടായ മദീനയിലേക്ക് തന്നെ അനുഗമിച്ചതും സിദ്ദീഖാണ്. ഒട്ടകങ്ങളിൽ ഒന്നിനെ, അസ്കസ്വ എന്ന ഒട്ടകത്തെ തനിക്ക് സമ്മാനിച്ചതും സിദ്ദീഖാണ്. കൂടെ വന്നതും സിദ്ദീഖാണ്, കൂട്ടിരുന്നതും സിദ്ദീഖാണ്. അതുകൊണ്ട് സിദ്ദീഖാണ്, സിദ്ദീഖാണ് എനിക്കേറെ ഇഷ്ടമുള്ളത് യാ അംർ ഇബ്നുൽ ആസ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. महबूब खुदा के जलवों से ईमान की आंखों रोशन है,
महबूब खुदा के जलवों से ईमान की आंखें रोशन है। महबूब खुदा के जलवों से ईमान की आंखों रोशन है। बेदेंगे हिजब से आलम है, बेदेंगे हिजब है आलम है। दीदार का आलम क्या होगा, दीदार का आलम क्या होगा। महबूब खुदा के जलवों से നബി അങ്ങയുടെ പ്രഭാപൂരത്തിൽ ഞങ്ങൾ പാവങ്ങളുടെ കണ്ണുകൾ തിളങ്ങുന്നു നബിയെ. അങ്ങയുടെ വിശ്വരൂപത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ ഞങ്ങൾ പാവങ്ങളുടെ കണ്ണുകൾ ജ്വലിക്കുന്നു നബിയെ. പേദേ കെ ഹിജബ് ഹേ ആലം ഹേ, ദീദാർ ക ആലം ക്യാ ഹോഗാ. നബിയെ, അങ്ങയെ കാണാത്ത ഞങ്ങളുടെ കണ്ണുകളുടെ തിളക്കം ഇങ്ങനെയെങ്കിൽ അങ്ങയുടെ കൂടെ നടന്ന സഹാബത്തിന്റെ തിളക്കം എന്താണ്? അവരുടെ ലോകത്തിന്റെ വ്യാപ്തി എന്താണ്? അവരുടെ ലോകത്തിന്റെ തിളക്കം എന്താണ് നബിയെ? അങ്ങയെ കാണാത്ത നൂറ്റാണ്ടുകൾക്കിപ്പുറം ജീവിക്കുന്ന ഞങ്ങളുടെ മനോമുകുരങ്ങൾക്ക് അങ്ങയുടെ ഓർമ്മകൾക്ക് ഇത്രമേൽ സന്തോഷവും ഇത്രമേൽ ആനന്ദാതിരേകവും നൽകാൻ സാധിക്കുമെങ്കിൽ അങ്ങയുടെ കൂടെ നടന്ന സ്വഹാബത്തിന്റെ കണ്ണുകളുടെ അവരുടെ ജീവിതത്തിന്റെ തിളക്കം എന്താണ് നബിയെ? महबूब खुदा के जलवों से ईमान की आंखों रोशन है। जब उनके गदाफत देते हैं शहान जमाना की जोली, जब उनके गदाफे देते हैं, जब उनके गदाफर देते हैं शहान जमाना की जोली। मुहताज की जब ये हालत है मुहतार का आलम क्या होगा। मुहताज की जब ये हालत है मुहतार का आलम क्या होगा। जब उनके गदाफर देते हैं शहान जमाना की जोली। ഈ ഉമ്മത്തിലെ പാവങ്ങൾ പോലും ഇവിടുത്തെ വലിയ വലിയ രാജാക്കന്മാരുടെ മടിശീലകൾ അവരുടെ ഖജനാവുകൾ നിറയ്ക്കാൻ മാത്രം ദാനധർമ്മിഷ്ഠരാണെങ്കിൽ മുഹ്താജ് കി ജബ് യേ ഹാലത്ത് ഹേ മുഹ്താർ ക ആലം ക്യാ ഹോഗാ. അങ്ങയുടെ കൂടെ നടന്ന അങ്ങയുടെ ശിക്ഷഗണങ്ങളായ സഹാബി വര്യരുടെ സ്ഥാനം എന്താണ്? അവരുടെ ലോകം എന്താണ്? അവരുടെ ധർമ്മം എന്താണ്? അവർ ചെയ്യുന്ന സേവനങ്ങൾ എന്താണ്? അവരുടെ ലോകത്തിന്റെ വ്യാപ്തിയും പുണ്യവും ആ ലോകത്തിന്റെ വലുപ്പവും എന്താണ് നബിയെ? ജബ് ഉൻകെ ഗദാഫർ ദേത്തെ ഹേ ഷഹാൻ സമാനാ കി ജോലി. ഈ ഉമ്മത്തിലെ പാവപ്പെട്ടവർ പോലും ഈ ലോകത്തെ വലിയ വലിയ രാജാക്കന്മാരുടെ ഖജനാവുകൾ നിറയ്ക്കാൻ മാത്രം ധർമ്മിഷ്ഠരാണെങ്കിൽ അങ്ങയുടെ കൂടെ നടന്ന അങ്ങയുടെ സഹാബാ കിറാമിന്റെ ജീവിത വിശുദ്ധിയുടെ വലുപ്പം എന്താണ് നബിയെ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.